നമ്മൾ എഴുതാൻ പഠിച്ചത് മാഷക്ക് എന്നെ വിശ്വാസം പറഞ്ഞില്ല. ദാ നമ്മൾ ഉമ്മാന്റെ പേര് എഴുതട്ടെ. ആ ഇതാപ്പ എന്റെ പേര്. നീ പോയാലും ബന്ധം നോക്ക്. അനക്ക് എന്താ വേണ്ടത്? അനക്ക് വേറെ പണിയില്ലേ? ഒരു പ്രാവശ്യം ചാവാതെ രക്ഷപ്പെട്ടത് അന്റെ വാപ്പയുടെ ഉമ്മയുടെ ഭാഗ്യം. ഞമ്മക്ക് നാണത്തിനുണ്ടാക്കാനല്ലേ ഈ ആ പോർട്ട് തൂക്കിയിരിക്കണത്. ഈ വിചാരിക്കാൻ പറഞ്ഞ് നടക്കാൻ പോണില്ല. ഉമ്മ എന്നെ തെറ്റിദ്ധരിക്കുക. ഒന്നും പറയണ്ട, ഇവിടെ നിക്കണ്ട. ഒയ്ക്കോ, മൂപ്പര് വന്നാ വക്കാനാവും. ആ പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ തുണിയൊന്നുമില്ല തുന്നാൻ. ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്ക. ആ അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മള് മഞ്ചേരി മദീന ഹോട്ടലിലെ മെയിൻ കുക്കറല്ലേനോ? അതുവരെ സൈഡ് ബിസിനസ്. മെയിൻ ഈ കളയും കുസ്തി ഉറപ്പിക്കലായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയൊഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ്. നല്ല അസല് ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസല് കുക്കറാ. അതാണ് ഞാൻ ഇവരെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടുവരക്കണേ. ആ നന്ദി ഇവരുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകൾ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ഉപ്പിങ്ങെടുത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞു. ഞാനെന്താ മലപ്പുറം ജില്ലയിൽ വലിയ കെട്ടുകൾ ഉണ്ടാക്കുന്ന ആളാ? എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്ത് ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു കൂടിയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ? അല്ല, ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യമായിട്ടുണ്ടോ? ആ അസീസേ, പിന്നെ നല്ല ചെറുതാരം കിട്ടൂല്ലോ ഇവിടെ. ഒന്ന് തീർത്താനി. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ പറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്ര കിടന്ന്? 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. ഏതോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്ന കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. വെറുതെ ഉടക്കിയാൽ ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ആ ഇവൻ ചൂടായാലും ഇങ്ങനെ ആളൊക്കെ ഏറും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ.